Divisional Accountant Officer, Important One-Word Question, Part 5, Subpart 1, Trading and Profit and Loss Account and Balance Sheet. അതിൽ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിലെ ആ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. വാട്ട് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രിപ്പയർ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. രണ്ട്, ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? പ്രിപ്പയർ ചെയ്യണം. ഫിനാൻഷ്യൽ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ്, അത് പ്രസൻറ്റ് ചെയ്യണം. ആ ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ബിസിനസ് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്, അത് പ്രസൻറ്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് 93, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എ ഫേം യൂഷ്വലി പ്രിപ്പയർ? ഒരു ഫേം യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ്. ഒന്നാമത്തത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇത് രണ്ടും അക്കൗണ്ടാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഏതൊക്കെയാണ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എന്താണ് മെയിനായിട്ട് കാണിക്കുന്നത്? അതൊരു ഇൻകം അല്ലേ, നമുക്ക് ഇൻകത്തെ കാണിക്കാൻ വേണ്ടിയല്ലേ, നമുക്ക് എത്ര ഇൻകം ജനറേറ്റ് ആയി എന്ന് കാണിക്കുന്ന അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈസ് എ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ട്രേഡിങ്ങിൽ നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം എടുക്കുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ അടുത്ത പാർട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുന്നു. സോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ്. അപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സസ്റ്റെയിൻഡ് ബൈ ദ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഏൺ ചെയ്ത പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കാണിക്കുന്നതാണ്. ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്തൊക്കെയാണ് റിസൾട്ട് വരുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്ന അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 96, ബാലൻസ് ഷീറ്റ് ഷോസ്. ബാലൻസ് ഷീറ്റ് എന്താണ് കാണിക്കുന്നത്? ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ഫോം ഓഫ് അസറ്റ്, ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. അപ്പം ബാലൻസ് ഷീറ്റ് എന്താ കാണിക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷനാണ്. എന്തിൻ്റെയൊക്കെ? അസറ്റിൻ്റെയും ലൈബിലിറ്റീൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഒരു ഫിനാൻഷ്യൽ പൊസിഷനാണ് എന്ത് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷനാണ് അസറ്റിൻ്റെയും ലൈബിലിറ്റിയുടെയും ക്യാപിറ്റലിൻ്റെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 97, ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഇപ്പം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്തിൻ്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസിൻ്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് എങ്ങനെയാണ്? ഓൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒരു കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 98, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് വിത്ത് ഡാഷ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗും പ്രോഫിറ്റ് എന്തൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡാണ് അക്കൗണ്ടിലുള്ളത്. ട്രേഡിങ്ങിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ബാലൻസ് അക്കൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, രണ്ട് സൈഡുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും. നെക്സ്റ്റ് 99, ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ്. അപ്പോൾ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്താണ് കാണിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ്
അല്ലെങ്കിൽ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, നമുക്ക് ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസസുകളും. ഇപ്പം ട്രേഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസസുകൾ എടുക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുമ്പോൾ എന്താ എടുക്കുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസിൽ എന്താണ്? എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ്. ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസസ് ആയ റവന്യൂ ഓർ ഗെയിൻസ്. അപ്പം നമുക്കുണ്ടാവുന്ന, ഫേമിനുണ്ടാവുന്ന റവന്യൂ ഗെയിനുകളുമാണ് ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഏതിൻ്റെ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിൽ ഓൾ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഓൾ റവന്യൂസ് ഓർ ഗെയിൻസ്. ഇത് ക്രെഡിറ്റ് സൈഡ് വരുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് സൈഡ് വരുമ്പോൾ ഡെബിറ്റ് ബാലൻസുമാണ്. ആ ഒരു ടി ഷേപ്പ് ഫോർമാറ്റ് ആണ് നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പം ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസസുകളുമാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ എല്ലാ റവന്യൂ ആൻഡ് ഗെയിൻസ് ആണ് കാണിക്കുന്നത്. അടുത്ത 101ാമത്തെ ക്വസ്റ്റ്യൻ, റിലവൻറ്റ് ഐറ്റംസ് ഇൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് നോക്കാം. ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. പർച്ചേസിന് എന്ത് ലെസ് ചെയ്ത്? പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്ത എമൗണ്ട് ആണ് വരുന്നത്. പർച്ചേസ് ലെസ് റിട്ടേൺ, വേജസ്, ക്യാരേജ് ഇൻവേർഡോ, ഫ്രൈറ്റ് ഇൻവേർഡ്, ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ്, പാക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് ചാർജസ്, സാലറി, റെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റിപ്പേഴ്സ്, മിസലേനിയസ് എക്സ്പെൻസസ്. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആക്കുന്നു. പർച്ചേസ് എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് പർച്ചേസിൽ കാണിക്കുന്നത്. സോ പർച്ചേസ് റിട്ടേൺ. വേജസ് അറിയാം, വേജസ് എവിടെയാണ് വരുന്നത്? ട്രേഡിങ്ങിലാണ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ വേജസ് എടുക്കുന്നത്. ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, അതായത് നമുക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒക്കെ വരുന്നത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഫ്യൂവൽ, പവർ, ഗ്യാസ്, അതും പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ്, പാക്കിംഗ് ചാർജസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഇത്രയാണ്: റെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റിപ്പേഴ്സ്, മിസലേനിയസ് എക്സ്പെൻസസ്. നമുക്കറിയാം എല്ലാ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ. ഇനി എന്തൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്? സെയിൽസും വരും, അതർ ഇൻകവും വരും. സെയിൽസ് എന്ത് കഴിഞ്ഞുള്ള സെയിൽസ് ആണ്? സെയിൽസ് റിട്ടേൺ കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് നമ്മൾ സെയിൽസിൽ എഴുതുന്നത്. അപ്പോൾ സെയിൽസ് ലെസ് റിട്ടേൺ. രണ്ടാമത് എന്താണ്? എല്ലാ ബാക്കിയുള്ള ഇൻകംസ്, അതർ ഇൻകംസ് ആണ് ഏത് വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഓൾ റവന്യൂസ് ആൻഡ് ഗെയിൻസ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് 103, വാട്ട് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക്? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണെന്നാണ് താഴെ പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. This stock of goods have been carried forward from the previous year and remains unchanged during the year and over in the trial balance. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, നമ്മൾ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ, തുടക്കത്തിലുണ്ടാവുന്ന സ്റ്റോക്കുകളാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നിന്നും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പുതിയ ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതെന്താവും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുവാണ് ഈ വർഷത്തിലേക്ക്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതെന്താ? കഴിഞ്ഞ വർഷത്തെ എന്താണ്? റിമൈനിങ് അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സുകളായിരിക്കും. ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ എടുക്കുന്നു ഫേമിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104, ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ബിക്കോസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതെന്നാണ്. ഇറ്റ് ഫോംസ് ദ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. കറണ്ട് അക്കൗണ്ടിങ് ഇയറിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒരു പാർട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് കൺസിഡേർഡ് പാർട്ട് ഓഫ് ദി
cost of goods sold, and as per the accounting principle, expenses like cost of goods sold are typically recorded on the debit side of the trading account. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെബിറ്റ് ഐറ്റമാണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. സോ അങ്ങനെ ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾവേസ് എ ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഇറ്റ് ഷോസ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ഡെബിറ്റ് എൻട്രി വെൻ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓഫ് ദി കറണ്ട് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ കറണ്ട് അക്കൗണ്ടിങ് ഇയറിൽ, അതായത് പുതിയതായിട്ടൊരു ന്യൂ അക്കൗണ്ടിങ് ഇയർ ബിഗിൻ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 105. ഗുഡ്സ് വിച്ച് ആർ റിട്ടേൺഡ് ടു ദ സപ്ലയേഴ്സ് ആർ ടേംഡ് ആസ്. ഇപ്പോൾ ഗുഡ്സ് നമുക്ക് സപ്ലയേഴ്സിന് തിരിച്ചു വരുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഗുഡ്സ് നമ്മൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന ഗുഡ്സിൽ എന്തെങ്കിലും ഡാമേജസോ എന്തെങ്കിലും ഡിഫക്റ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചയക്കും. സോ അതിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഗുഡ്സ് വിച്ച് ആർ റിട്ടേൺ ടു സപ്ലയർ ആർ ടേംഡ് ആസ് പർച്ചേസ് റിട്ടേൺ. അപ്പം പർച്ചേസ് റിട്ടേൺ നമുക്ക് മനസ്സിലായി. ഫേം സപ്ലയറുടെ കയ്യിൽ നിന്നും കുറേ സ്റ്റോക്കുകൾ വാങ്ങിച്ചു, അതിലെന്തെങ്കിലും ഡിഫക്റ്റോ ഡാമേജോ ഉണ്ടെങ്കിൽ തിരിച്ചയക്കുന്നു. അതിന് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നു. 106. ഗുഡ്സ് വിച്ച് ആർ ബ്രോട്ട് ഫോർ റീസെയിൽ ആൻഡ് അപ്പിയർ ആസ് എ പർച്ചേസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ഈസ്. അപ്പം അതെന്താണ്, അത് നമ്മൾ പറയുന്നത് എന്താണ്, ബ്രോട്ട് ഫോർ റീസെയിൽ. നമ്മൾ ഫേമിൽ വാങ്ങിച്ചുകൊണ്ട് വന്നത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ആ ഐറ്റം നമ്മൾ തിരിച്ചയക്കുന്നതിന് പർച്ചേസ് ലെസ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. പർച്ചേസിൽ നിന്നും ഈ പർച്ചേസ് ലെസ് റിട്ടേൺ കുറച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. 107. ഡാഷ് ആർ ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഹു ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ ഫാക്ടറി ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ പഠിച്ചു, ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസുകളും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നു, വേജസ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വേജസ് ഈസ് എ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ്. ഫാക്ടറിയിലുള്ള വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് വേജ് എന്നാണ് പറയുന്നത്, വേജ്. നെക്സ്റ്റ് 108. പാക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് ചാർജസ് ആർ റിഗാർഡഡ് ആസ് ഡാഷ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ചു എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്ര ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.